ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറുക്കൻ്റെയും കൊക്കിൻ്റെയും കഥ സംസ്കൃതത്തിൽ പഠിക്കാം. ശ്രീകാലസ്യ സാരസസ്യ ച കഥ, ദ സ്റ്റോറി ഓഫ് ഫോക്സ് ആൻഡ് ക്രെയിൻ. ഏകസ്മിൻ വനെ ഏകഃ ശൃഗാലഃ നിവസതി സ്മ. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു. ശൃഗാലഃ മധ്യഭോജനായ മത്സ്യം ഖാദതി സ്മ. കുറുക്കൻ ഉച്ചഭക്ഷണമായ മീൻ കഴിക്കുകയായിരുന്നു. തഥാ സഹസ തസ്യ കണ്ഠേ ഏകം ലഘു അസ്ഥി അടത്. പെട്ടെന്ന് കുറുക്കന്റെ തൊണ്ടയിൽ മീൻ മുള്ളു കുടുങ്ങി. ശൃഗാലഃ തത് നിഗളിതും പ്രയത്നം കൃതവാൻ. കുറുക്കൻ അത് വിഴുങ്ങാൻ ശ്രമിച്ചു. പരന്തു സഹ ന ശക്തവാൻ. പക്ഷേ അവനത് സാധിച്ചില്ല. യഥാവത് ഘോരം ദുഃഖം പ്രാരഭത യത് ശൃഗാലഃ അധികം ദുഃഖം ന സഹതേ സ്മ. അത് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. കുറുക്കന് ഇനി വേദന സഹിക്കാൻ കഴിയില്ല. സഹ സഹായം അന്വേഷ്ടും ബഹിഹി ധാവിതവാൻ. അവൻ സഹായം തേടി പുറത്തേക്ക് ഓടി. ശൃഗാലഃ ഏകഃ സരസഃ മിലിതവാൻ. കുറുക്കൻ ഒരു കൊക്കിനെ കണ്ടുമുട്ടി. ശൃഗാലഃ അവദത്. കുറുക്കൻ പറഞ്ഞു, പ്രിയ സരസഃ, പ്രിയപ്പെട്ട സുഹൃത്തെ, അഹം ത്വം കിമപി ദാസ്യാമി യദി ത്വം മമ കണ്ഠേ അടന്തം അസ്ഥിം ബഹിഹി നിഷ്കാസയസി. എൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയ മുള്ള് എടുത്തു തന്നാൽ ഞാൻ നിനക്ക് എന്തു വേണമെങ്കിലും തരാം. സരസഃ വൃക്കസ്യ മുഖം യഥാശക്തി വിസ്താരം ഉദ്ഘാട്യ വൃക്കസ്യ കണ്ഠസ്യ അന്തഃ അസ്ഥിം ശീഘ്രം ബഹിഹി നിഷ്കസിതവാൻ. കൊക്ക് കുറുക്കനെ കഴിയാവുന്നത്ര വായ തുറക്കാൻ പ്രേരിപ്പിച്ചു. കുറുക്കന്റെ തൊണ്ടയ്ക്കുള്ളിൽ നിന്ന് മുള്ള് വേഗത്തിൽ പുറത്തെടുത്തു. ശൃഗാലസ്യ മുഖാത് അസ്ഥി നിഷ്കാസ്യ സാരസഃ ശൃഗാലം പൃഷ്ട്വാൻ. കൊക്ക് കുറുക്കന്റെ തൊണ്ടയിൽ നിന്നും മുള്ള് എടുത്തതിനു ശേഷം കുറുക്കനോട് ചോദിച്ചു, ഭവതാ പ്രതിജ്ഞാതം യത് യദി അഹം ഭവതഃ സഹായം കരോമി തഹി കിമപി ദാസ്യാമി ഇതി സരസഃ അവദത്. കൊക്ക് പറഞ്ഞു, നിന്റെ തൊണ്ടയിൽ നിന്നും മുള്ളെടുത്തു തന്നാൽ നീ എനിക്ക് എന്തു വേണമെങ്കിലും തരാമെന്ന് വാക്ക് തന്നതല്ലേ. പരന്തു ശൃഗാലഃ കേവലം ഹസൻ അവദത്. അത് കേട്ട് കുറുക്കൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഭവതാ ഭവതഃ ഉപഹാരഃ പൂർവമേവ പ്രാപ്തഃ. നീ നിന്റെ സമ്മാനം നേരത്തെ തന്നെ നേടിക്കഴിഞ്ഞു. ത്വം ശൃഗാലസ്യ മുഖസ്യ അന്തഃ ശിരഃ സ്ഥാപയസി ത്വം അദ്യാപി ജീവസി. തദേവ മഹാത്മം ദാനം മയാ ത്വം ദാതും ശക്യതേ സ്മ ഇതി. നീ എൻ്റെ വായിൽ തലയിട്ടു. നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതാണ് ഞാൻ നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. മോറൽ ഓഫ് ദ സ്റ്റോറി: യസ്യ ഗൗരവം നാസ്തി തസ്യ സേവായം കിമപി പുരസ്കാരം ന അപേക്ഷിതവ്യം. ഈ കഥയിൽ നിന്നും നമ്മൾ പഠിച്ച പാഠം: ഒരു ബഹുമാനവുമില്ലാത്തവനെ സേവിക്കുന്നതിന് ഒരു പ്രതിഫലമോ സമ്മാനമോ പ്രതീക്ഷിക്കേണ്ടതില്ല.